വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടും നിർദ്ദേശിച്ചിട്ടും PSC കമ്മീഷന്റെ നിർദ്ദേശം നിരാകരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തിനെതിരെ PSC ഹൈക്കോടതിയെ സമീപിക്കാൻ തയ്യാറാവുകയാണ്. ഇത് മനസ്സിലാക്കേണ്ടത് PSCക്ക് എന്താണ് ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാനുള്ളത്? കേവലം ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, PSC നടത്തുന്ന പരീക്ഷകൾ, അതിൻ്റെ മൂല്യനിർണ്ണയം, റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻ, അതേപോലെ നിയമനം, ഇതൊക്കെ സത്യസന്ധവും സുതാര്യവുമാണെങ്കിൽ PSC എന്തിനു ഭയപ്പെടണം? പക്ഷെ നമ്മുടെ കേരളത്തിലെ PSC എന്തോ ഭയപ്പെടുന്നുണ്ട്. ആ ഭയപ്പെടുന്നത് മറ്റൊന്നുമല്ല, LDFന്റെ ഭരണകാലത്ത് 10 വർഷത്തിനുള്ളിൽ PSCയിൽ സമാനതയില്ലാത്ത ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത്. അത് പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ, പരീക്ഷയുടെ നടത്തിപ്പിൽ, അതേപോലെ തന്നെ മൂല്യനിർണ്ണയത്തിൽ, റാങ്ക് ലിസ്റ്റിൻ്റെ ക്രമീകരണത്തിൽ, അതോടൊപ്പം തന്നെ നിയമനത്തിലും വൻ വെട്ടിപ്പുകളും വൻ ക്രമക്കേടുകളുമാണ് നടന്നിട്ടുള്ളത്. ഇത് പുറത്തു വരാതിരിക്കാൻ, ഇത് മൂടിവെക്കാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമമാണ് ഇപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം PSCയിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്, ഈ ചെയർമാനിലും അംഗങ്ങളിലുമുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. LDFന്റെ ഭരണകാല തീവട്ടിക്കൊള്ളയാണ് PSCയിൽ നടന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നിയമന തട്ടിപ്പായിരിക്കും കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയത്. സ്വാഭാവികമായി ഇതെല്ലാം പുറത്തു വരേണ്ടതാണ്. അതിലാദ്യം ചെയ്യേണ്ടത് ഈ ചെയർമാനെയും അംഗങ്ങളെയും പിരിച്ചുവിടണം. മാത്രമല്ല, LDFന്റെ ഭരണകാലത്ത് 10 വർഷത്തെ ഭരണകാലത്തിനിടയിൽ PSC നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷകളെക്കുറിച്ചും, നിയമനങ്ങളെക്കുറിച്ചും, മൂല്യനിർണ്ണയത്തെക്കുറിച്ചും സമഗ്രവും സത്യസന്ധവും സുതാര്യവുമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. അത്തരമൊരു അന്വേഷണം നടത്താൻ UDF സർക്കാർ തയ്യാറാകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം PSCയുടെ കീഴിൽ തീവട്ടിക്കൊള്ള നടന്നു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഭരണം മാറിയിട്ടും ഇപ്പോഴും ഇത് തന്നെയാണ് തുടരുന്നത്. ഇപ്പം 2017 മുതൽ 2023 വരെയുള്ള ചോദ്യപേപ്പർ ഉത്തരക്കടലാസുകൾ മുഴുവൻ തന്നെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ നശിപ്പിക്കുന്നത് ബോധപൂർവമായ നീക്കത്തിൻ്റെ ഭാഗമാണ്. ഇത് തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് 2017 മുതൽ 2023 വരെയുള്ള ഉത്തരക്കടലാസുകൾ, ചോദ്യപേപ്പറുകൾ നശിപ്പിക്കാനുള്ള PSCയുടെ തീരുമാനം. അപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇപ്പം നിലവിൽ ഇത് നശിപ്പിക്കാൻ അനുവദിക്കരുത്. ഈ 2017 മുതൽ 2023 വരെയുള്ള എല്ലാ ചോദ്യപേപ്പറുകളും പിടിച്ചെടുക്കണം. ഒന്നും തന്നെ നശിപ്പിക്കാൻ അനുവദിക്കരുത്. അതുകൊണ്ട് കുറ്റവാളികൾ ഒരാൾ പോലും നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. അത്തരം നടപടികൾ സ്വീകരിക്കാൻ UDF സർക്കാർ തയ്യാറാകണം. പക്ഷേ ഇക്കാര്യത്തിൽ ഭരണം മാറിയിട്ടും ഇതേ സിസ്റ്റം നിലനിൽക്കുകയാണ്. ഭരണത്തിൽ മാറ്റം വന്നു, പക്ഷെ സംവിധാനത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, LDF UDF രണ്ടല്ല ഒന്നാണ് എന്ന്. കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വന്നില്ല. UDF അധികാരത്തിൽ വന്നിട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. PSCന്റെ ക്രമക്കേടുകൾ അനിശ്ചിതം തുടരുകയാണ്. അപ്പോൾ കേരളത്തിൽ
ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാര കൈമാറ്റം ഉണ്ടായില്ല, മറിച്ച് പദവികൾ പരസ്പരം കൈമാറുക മാത്രമാണ് ചെയ്തത്. നേരത്തെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന ആൾ ഇപ്പം പ്രതിപക്ഷ നേതാവായി, പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരുന്ന ആൾ ഇപ്പം മുഖ്യമന്ത്രിയായി. പക്ഷെ നിലപാടിൽ ഒരു വ്യത്യാസവും ഉണ്ടായില്ല എന്ന് ഒരു മാസത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്.